ഇതാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ തന്ന ക്വസ്റ്റ്യൻ. റെഡ്യൂസ് ദ ഫോളോയിങ് ഫംഗ്ഷൻ യൂസിങ് കെ മാപ്പ്. ഇതാകുമ്പോൾ നമുക്ക് ഡോണ്ട് കെയറും ഇതിന് ഇൻക്ലൂഡഡ് ആണ്. സിഗ്മ എം വന്നപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു SOP ഫോമാണ്. സിഗ്മ എം വന്നു കഴിഞ്ഞാൽ ഇത് SOP ആണ്. സോ ആദ്യമേ നിങ്ങളത് കണ്ടുപിടിച്ച് എഴുതി വെക്കുക. പിന്നെ ഇതെല്ലാം എം നൊട്ടേഷൻസ് വെച്ചിട്ട് എഴുതണം. സോ ഇതാണ് ഞാൻ സെക്കൻഡ് സ്റ്റെപ്പ് എഴുതിയത്. ഈ സിഗ്മയ്ക്കകത്തുള്ള നൊട്ടേഷൻസ് എല്ലാം പ്ലസ് ഇട്ട് എഴുതി. സിഗ്മ എം ഓഫ് 5, 6, 7, 12, 13 എന്ന് കണ്ടപ്പോൾ അതിനെ n 5 + 6 + 7 + 12 + 13 എന്ന് എഴുതി. ഡോണ്ട് കെയറും അതേപോലെ തന്നെ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്തുനിന്ന് കെ മാപ്പ് വരച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാനുള്ള ആദ്യം ഡോണ്ട് കെയറിനെയും എമ്മിനെയും എം നൊട്ടേഷൻസിനെയും അതേപടി അതിൽ പ്ലോട്ട് ചെയ്യണം. നമുക്കിതൊരു 4 വേരിയബിളാണ്. അപ്പം ഞാൻ 4 വേരിയബിളിൻ്റെ കെ മാപ്പാണ് വരച്ചിരിക്കുന്നത്. ഈ മുകളിലും താഴെയും നമ്മൾ ഈ സീരീസ് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം. 0, 0, 0, 1, 1, 1, 1, 0 അതെല്ലാത്തിനും അതേപോലെ തന്നെയാണ്. ഇനി നമുക്കിതിനകത്തുള്ള ഓരോന്നും ഇതിനകത്ത് മാർക്ക് ചെയ്യണം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിനകത്ത് മിൻ ടേംസിനെ മാർക്ക് ചെയ്ത് വെക്കണം. ഞാനിതിനകത്ത് മിൻ ടേംസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്പർ ശ്രദ്ധിച്ചോണം. 0, 1, 3 കഴിഞ്ഞിട്ടാണ് 2 വരുന്നത്. പിന്നെ 4, 5, 6 ലാസ്റ്റ് കോളമിലാണ്. പിന്നാണ് നമുക്കിവിടെ 7 വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് കോളമിലാണ് പിന്നെ കൊടുക്കുന്നത് M8, M9, M10, M11, M12, M13, M15, M14. ഇതുപോലെ നൊട്ടേഷൻസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്നത് തെറ്റത്തില്ല. ഇനി നമുക്കിതിനകത്ത് ഓരോന്നും എം നൊട്ടേഷൻസ് മാർക്ക് ചെയ്യാമേ. സോ ഞാൻ എമ്മിനകത്തുള്ളതെല്ലാം M5, M6, M7, M12 ആൻഡ് M13 ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്തു. ഇനി അടുത്ത നമുക്ക് ഡോണ്ട് കെയറിനകത്തുള്ള മാർക്ക് ചെയ്യണം. ഡോണ്ട് കെയറിനെല്ലാം ഞാൻ ഇൻറ്റു വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്. ഡോണ്ട് കെയർ എല്ലാം ഇൻറ്റു വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റേ എമ്മിനകത്ത് വന്നതെല്ലാം 1 വെച്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തു നിന്നുള്ള നമ്മൾ മാക്സിമം പോസിബിലിറ്റി നോക്കണം. ഇതിനെ ഒരു ഒക്ടക്റ്റ് ആക്കാൻ 8 ആക്കാൻ വല്ല പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അതില്ലെങ്കിൽ 4, അതില്ലെങ്കിൽ 2 ക്വാഡ് പെയർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ രണ്ട് കോളം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ 3 ഡോണ്ട് കെയറിനെ നമ്മൾ 1 ആക്കി മാറ്റിയാൽ നമുക്കതിനെ ഒരു ഒക്ടക്റ്റ് ആക്കാം. ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ അതിനെ നമ്മൾ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ അതേപടി ചേഞ്ച് ചെയ്യുക. എക്സ്ട്രാ വന്ന ഡോണ്ട് കെയർ ആണെങ്കിൽ അതിനെ 0 ആയിട്ട് എഴുതുക. സോ ഇതാണ് എൻ്റെ തേർഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇത് നൊട്ടേഷൻസ് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. സെക്കൻഡ് കെ മാപ്പ് വരച്ചു. അതിൻ്റെ ഡോണ്ട് കെയർ എല്ലാം മാർക്ക് ചെയ്തു. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഡോണ്ട് കെയറിനെ ഏതൊക്കെ ഡോണ്ട് കെയർ 1 ആക്കി മാറ്റിയാൽ നമുക്ക് പെയർ ചെയ്യാനോ ക്വാഡ് ചെയ്യാനോ ഒക്ടക്റ്റ് ചെയ്യാനോ പറ്റുമോ അതിനെ ചെയ്തു. ചെയ്യാൻ പറ്റാത്തതിനെ നമ്മൾ 0 ആക്കി ഇട്ടു. സോ ദിസ് ഈസ് ഹൗ ഐ ഹാവ് സെലക്റ്റഡ് ദി ഒക്ടക്റ്റ്. നമുക്കിനി എന്ത് ചെയ്യണം? നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുക ചെയ്യേണ്ടത്. സോ ഇത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് ഓരോ 1 ഉള്ള കോളത്തിൻ്റെയും ഐഡൻറ്റിറ്റി എടുത്ത് എഴുതുക. എന്നിട്ട് കോംപ്ലിമെൻറ്റ് വരുന്ന എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ചേഞ്ച് ഇല്ലാത്തതിനെ അതേപടി എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി കണ്ടെഴുതാൻ പറ്റും. നമ്മൾ ഈ ഒരു കോളത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 0, 0, 1, 1 എല്ലാത്തിനും ചേഞ്ച് ഉണ്ട്. രണ്ടാമത്തെ നമ്പർ എടുക്കുക. രണ്ടാമത്തെ 0 ഇവിടെ 1 ആയി, ഇവിടെ ഒരു 1 വീണ്ടും 0 ആയി. അപ്പം ഈ CD മൊത്തം ക്യാൻസലായി പോകും. പിന്നെ ഇവിടെ നോക്കുമ്പം 0, 1 എയുടേത് 0ഉം 1ഉം രണ്ടും ചേഞ്ച് ആയി വന്നു. പിന്നെ ബിക്കാണ് ചേഞ്ച് ഇല്ലാതെ 1, 1 നിൽക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് B ആയിരിക്കും ഇതിനകത്ത്. ഞാൻ ഓരോ ഐഡൻറ്റിറ്റി എടുത്ത് എഴുതി. ചേഞ്ച് ഇല്ലാതിരിക്കുന്ന B മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കട്ട് ചെയ്തു. Y = B എന്ന് നമുക്ക് റിസൾട്ടും കിട്ടി.